നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പര്യടനത്തിന് വിഴിഞ്ഞം പുല്ലൂർക്കോണം അംബേദ്കർ ഗ്രൗണ്ടിലെത്തിയതായിരുന്നു NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. അവിടെ വെച്ചാണ് ലോട്ടറി കച്ചവടക്കാരി സരസമ്മയെ അദ്ദേഹം പരിചയപ്പെടുന്നത്. സരസമ്മയ്ക്ക് രാജീവ് സാറിനോട് ഒരേ ഒരു കാര്യമാണ് പറയാനുണ്ടായിരുന്നത്. തന്റെ ട്യൂമർ ബാധിച്ച ഭർത്താവിന്റെ ചികിത്സയ്ക്കായി പ്രധാനമന്ത്രിയിൽ നിന്ന് ധനസഹായം അനുവദിക്കണമെന്നായിരുന്നു സരസമ്മയുടെ ആവശ്യം. സരസമ്മയുടെ വിഷമതകൾ കേട്ടറിഞ്ഞ് സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിയുടെ ചികിത്സാ ധനസഹായം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. സരസമ്മയുടെ കയ്യിൽ നിന്നും ഒരു ലോട്ടറി ടിക്കറ്റും രാജീവ് ചന്ദ്രശേഖർ വാങ്ങിച്ചു. പുല്ലൂർക്കോണം സ്വദേശിയായ സരസമ്മ ലോട്ടറി വിറ്റ് ഉപജീവന മാർഗം നയിക്കുകയാണ്. സരസമ്മയുടെ ഏക വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഭർത്താവ് മോഹന് ട്യൂമർ ബാധിതനായി ഇപ്പോൾ കിടപ്പിലാണ്. ലോട്ടറി വിട്ടുനിന്ന് കിട്ടുന്ന ഏക വരുമാനം കൊണ്ടാണ് വിദ്യാർത്ഥികളായ 2 മക്കളുടെ പഠനകാര്യം നടക്കുന്നത്. തിരക്കിനിടയിലും എന്റെ വിഷമം കേൾക്കാൻ സ്ഥാനാർത്ഥി കാണിച്ച ക്ഷമതയ്ക്ക് മനസ്സിലെ ദുഃഖത്തിന്റെ ഭാരം തെല്ലൊരാശ്വാസം കിട്ടിയെന്ന് സരസമ്മ പറഞ്ഞു. തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ജനഹൃദയങ്ങളിൽ ഏറെ സ്വീകാര്യനായി കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരുപോലെ ഉറ്റുനോക്കുന്ന ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളടക്കം നടപ്പിലാക്കാൻ കെൽപ്പുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. അത് ആർക്കും മനസ്സിലാവുന്ന കാര്യവുമാണ്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരിലൊരാളായി നിലകൊള്ളാനും അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട്.